മറ്റൊരാളുടെ സമ്പാദ്യം തിന്നാൽ അയാൾ മുഅ്മിനല്ല. കമ്മീഷൻ വാങ്ങുന്നവർ മുഅ്മിനല്ല. എങ്ങനെ കമ്മീഷൻ? പള്ളിക്ക് വേണ്ടി നമ്മൾ പിരിക്കാൻ വേണ്ടി ഗൾഫിലേക്ക് പോവുകയാണ്. പള്ളിക്ക് വേണ്ടിയിട്ട് പള്ളിയിൽ നിന്ന് 10ഉം 20ഉം 30ഉം ലക്ഷവും പിരിച്ചു വന്നിട്ട് ഇവിടെ വന്നു നോക്കുമ്പോൾ പിരിച്ചതിന്റെ 40%, 30%, 10%, 20% ഒക്കെ പിരിക്കാൻ വേണ്ടി പോകുന്നവർ അവർക്ക് നൽകുകയാണെങ്കിൽ ആ തിന്നുന്നത് ഹറാമാണെന്ന് മനസ്സിലാക്കണേ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതെങ്ങനെയാണ് നമ്മൾക്ക് ഹലാലാവുന്നത്? ആളുകൾ തന്നത് പള്ളിക്കാണ്. പള്ളി നിർമ്മിക്കാൻ ആളുകൾ തന്നതിന്റെ 30% നിന്റെ വയറ് വീർപ്പിക്കാൻ ഉപയോഗിക്കാൻ നിനക്ക് എങ്ങനെയാ ധൈര്യം വന്നത്? ഇല്ലേ? വീട്ടിലേക്കൊക്കെ പല റിസീവർമാരും വരും. സ്ഥാപനങ്ങളുടെ റിസീവർമാർ, പള്ളിയുടെ മദ്രസയുടെ പിരിവിന് വേണ്ടിയിട്ട് പല ആളുകൾ വരും. കുഴപ്പമില്ല, നല്ല കാര്യമാണ്. പക്ഷേ അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട് വീടാന്തരം കയറി പള്ളിയും സ്ഥാപനത്തിന്റെയും പേര് പറഞ്ഞിട്ട് 1000, 2000 കിട്ടി ഒരു ദിവസം. 30 ദിവസം നടന്നപ്പോ 60,000 അല്ലെങ്കിൽ 1,00,000 രൂപ അയാൾ കിട്ടി. പിന്നെ പള്ളിയുടെ സംഘാടകർ അവരോട് പറയാണ്, ഇതിന്റെ 30% നിനക്കാൻ. എത്ര? 1,00,000 കിട്ടിയ 30,000 രൂപ അയാൾക്കാണ്. നാട്ടുകാർ അയാൾക്കാണോ 30,000 കൊടുത്തത്? പള്ളി നിർമ്മിക്കാനല്ലേ, മദ്രസയ്ക്കല്ലേ? പിന്നെ എങ്ങനെ ഇയാൾക്ക് അവകാശപ്പെടും? കമ്മിറ്റിക്കാർക്ക് ശമ്പളം കൊടുക്കാം, നീ ജോലി ചെയ്തതിന്റെ ശമ്പളം കൊടുക്കാം എന്നല്ലാതെ പള്ളിക്ക് വേണ്ടി കൊടുത്തതിന്റെ 30% കൊടുക്കലും വാങ്ങലും ഹറാമാണ്. ഒരു മനുഷ്യന്റെ വയറ് വീർപ്പിക്കാനാണോ പള്ളിക്ക് വേണ്ടി നൽകിയ സമ്പത്തിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്? എന്തൊരു മോശമാണത്!